ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ദുബായിലെ ഇൻ്റർനാഷണൽ സിറ്റി എന്ന ഒരു ഏരിയയിലൂടെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. ഇത് ശരിക്കും എല്ലാ രാജ്യക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര ഹ്യൂജ് ഏരിയയാണ്. അതായത് ഇതിൻ്റെ അകത്ത് പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ ഇപ്പോൾ എഴുന്നേറ്റിന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റിക്കകത്ത് ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ആൾക്കാർക്ക് ഈസി ആയിട്ട് ബിൽഡിങ്ങുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ സിറ്റിയിലെ ചൈന ക്ലസ്റ്ററിലാണ്. ഇതേപോലെ ഇതിൻ്റെ അകത്ത് ചൈന, ഇംഗ്ലണ്ട്, മൊറോക്കോ, റഷ്യ, ഫ്രാൻസ്, ഇറ്റലി, എമിറാത്ത്, അങ്ങനെ 10 ക്ലസ്റ്റേഴ്സാണ് ഉള്ളത്. ഈ 10 ക്ലസ്റ്ററും കൂടി ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചൈന ക്ലസ്റ്റർ മാത്രം നമുക്കൊന്ന് കവർ ചെയ്യാമെന്ന് വെച്ചു. ഓരോരോ ആഴ്ചകളിലായിട്ട് ഓരോരോ ക്ലസ്റ്ററിൽ പോവാം. ഈ ചൈന ക്ലസ്റ്ററിൽ കംപ്ലീറ്റ് ചൈനീസ് രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഓരോ ക്ലസ്റ്ററിലും അതിൻ്റേതായ രീതിയിലുള്ള ആർക്കിടെക്ചറിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റൈലിലെ ബിൽഡിങ്ങും ഫ്രാൻസിലാകുമ്പോൾ വേറൊരു സ്റ്റൈൽ, ഫ്രാൻസിൻ്റെ ആർക്കിടെക്ചർ. പിന്നെ ഈ ചൈന ക്ലസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഓരോ റൗണ്ട് ബോട്ടിലും ഒരു മിനിമം ഒരു 5 ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ എങ്കിലും ഉണ്ടാവും. അപ്പോൾ ചൈനീസ് ഫുഡ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ സിറ്റിയാണ്, അതും ചൈന. പിന്നെ ഈ ചൈന ക്ലസ്റ്ററിലാണ് ഡ്രാഗൺ മാർട്ട്, ദുബായിലെ ഏറ്റവും വലിയ എന്ന് പറയാവുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഷോപ്പായ ഡ്രാഗൺ മാർട്ട് ഉണ്ട്. അത് 2 എണ്ണം ഉണ്ട്, ഡ്രാഗൺ മാർട്ട് 1ഉം 2ഉം. അപ്പോൾ അതും ഈ ചൈന ക്ലസ്റ്ററിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർനാഷണൽ സിറ്റിയിലെ ആ ഒരു ചൈന ക്ലസ്റ്ററിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങളെല്ലാം വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഡ്രൈവ് ഇതിലൂടെ. ശരി എന്നാൽ, ബൈ ബൈ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ദുബായിലെ ഇന്റർനാഷണൽ സിറ്റിയിലെ ചൈന ക്ലസ്റ്ററിലൂടെയാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത് ദുബായിലെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറാണ്, നക്കീൽ എന്ന് പറയും. അവരുടെ കീഴിലുള്ള അവരാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. ഒരു 2002ഓടെയാണ് ഈ ഇന്റർനാഷണൽ സിറ്റി പണിയൊക്കെ തുടങ്ങി അത് പ്രാബല്യത്തിൽ വന്നത്. ഏകദേശം ഒരു 300 ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ ഇന്റർനാഷണൽ സിറ്റി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അതിൽ കംപ്ലീറ്റ് ആയില്ല. ഏതാണ്ട് 10 തീമിലുള്ള ക്ലസ്റ്റർ ആണ്. അതില് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന ചൈന, പേർഷ്യ, ഗ്രീസ്, സ്പെയിൻ, മൊറോക്കോ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, എമിറേറ്റ്സ്, അങ്ങനെ അങ്ങനെ 10 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ചൈനീസ് ക്ലസ്റ്ററിൽ ചൈനീസ് ആർക്കിടെക്ചറും, ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ക്ലസ്റ്ററിൽ പോകുമ്പോ ഇംഗ്ലണ്ടിൻ്റെത് ആർക്കിടെക്ചർ, അങ്ങനെ ഓരോരോ രാജ്യത്തിന്റെ തനതായ രീതി അവര് ഇതില് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർനാഷണൽ സിറ്റിയിലെ ബിൽഡിങ്ങുകൾ പൊതുവെ വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ഒന്നുമില്ല. G+4 ഗ്രൗണ്ടും പ്ലസ് 4 സ്റ്റോറിയൊക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങുകളാണ് പൊതുവെ ഉള്ളത്. അതിലെ എല്ലാ ബിൽഡിങ്ങിന്റെയും ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ഷോപ്പുകളും മേളിലോട്ട് റെസിഡൻഷ്യൽ യൂണിറ്റുമാണ്. അപ്പൊ ഇവിടുത്തെ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത് സ്റ്റുഡിയോ, 1 ബെഡ്റൂം, 2 ബെഡ്റൂം, അങ്ങനെയുള്ള ഫ്ലാറ്റുകളാണ്. അപ്പൊ നമ്മൾക്കിപ്പോ ഇവിടെ ഇന്റർനാഷണൽ സിറ്റിയിൽ ഒരാൾക്ക് ഫ്ലാറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ ദുബായിലെ ഒരു അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റെന്റിന് ഫ്ലാറ്റുകൾ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത്. ദുബായ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റികളിൽ ഒന്നാണ്. ദുബായിയുടെ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്, പക്ഷെ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് സ്ഥലത്തോട്ടും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ദുബായ് എയർപോർട്ട് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് ഏത് സ്ഥലത്തോട്ട്, ഇപ്പൊ ഷാർജയിലോട്ട് പോകാനോ ദുബായിലെ ഏത് സ്ഥലത്തോട്ട് പോകാനും വളരെ വളരെ ഈസിയാണ്. പിന്നെ ദുബായിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ദുബായ് സിറ്റിയിൽ നമ്മൾക്ക് മെട്രോ ആക്സസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ സിറ്റിയിലെ ട്രാഫിക്കുകളൊന്നും കൂടാതെ നമുക്ക് എല്ലാ ഏരിയയിലോട്ടും പോകാൻ പറ്റും. തൽക്കാലം ഇന്റർനാഷണൽ സിറ്റിയിലോട്ട് മെട്രോ ആക്സസ് ഇല്ല. പക്ഷെ ദുബായിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ബസിന്റെ ഗതാഗതം ഇങ്ങോട്ട്
ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ദുബായിൽ നിന്ന് നമ്മൾക്ക് ഒരു ഒരു 40 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ദുബായ് എന്ന് പറഞ്ഞ ദുബായിയുടെ ഹൃദയഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ വരാൻ. പിന്നെ ഇന്റർനാഷണൽ സിറ്റിയിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ എന്ന് പറയുന്ന കണക്ഷൻ എന്ന് പറയുന്നത് സെന്റർ പോയിന്റ് ആണ്. അതായത് ദുബായ് മെട്രോന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇതിന്റെ നിയറസ്റ്റ് ലൊക്കേഷൻ. അപ്പൊ അത് ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ്. ആ സെന്റർ പോയിന്റ് സ്റ്റേഷനിന്റെ നെക്സ്റ്റ് സ്റ്റേഷൻ ആണ് നമ്മുടെ ദുബായ് എയർപോർട്ട്. അപ്പൊ ദുബായ് എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനാണ് ഇതിന്റെ ഇപ്പൊ തൽക്കാലം ഇതിന്റെ കറന്റ്ലി നിയറസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ദുബായ് മെട്രോ ശരിക്കും റെഡ് ലൈനും ഗ്രീൻ ലൈനും ആണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ അതുകൂടാതെ അവര് ബ്ലൂ ലൈനിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2029 ആവുമ്പോ ബ്ലൂ ലൈനിന്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ 2029 ആവുമ്പോ ദുബായിലെ ഒട്ടുമിക്ക ഏരിയയും ബ്ലൂ മെട്രോ ലൈൻ കവർ ചെയ്യും. അതിൽ ഈ ഇന്റർനാഷണൽ സിറ്റിയും പെടും. അപ്പൊ ഇന്റർനാഷണൽ സിറ്റിയിൽ മെട്രോ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത് എല്ലാ രാജ്യക്കാരും, അതായത് ദുബായ് സിറ്റി തന്നെ താമസിക്കുകയും വേണം. എന്നാ ഒരു മീഡിയം റെന്റുകൾ കൊടുത്ത് താമസിക്കാവുന്ന ഒരു ഏരിയ. ബാക്കി ദുബായിലെ എല്ലാ ഏരിയയും ഹൈലി എക്സ്പെൻസീവ് ആണ്. ചില ഏരിയക്ക് എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നതിന്റെ ഡബിളും ത്രിബിളൊക്കെയാണ് ഓരോ ബിൽഡിങ്ങിനും റെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ സിറ്റിയില ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് വേണം എങ്കിൽ ഇവിടുത്തെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോക്ക് ഒരു 30,000 ദിറംസ് വരും. 1 ബെഡ്റൂമിന് ഒരു 38 to 42 വരും. ഒരു വർഷത്തെ റെന്റ് ആണ്. ഒരു 2 ബെഡ്റൂം ആകുമ്പോ ഒരു 45 തുടങ്ങി 55 ഒക്കെ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ റെന്റ് എല്ലാം ഓരോ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഈ റെന്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ദിറംസിലാണ്. ഇൻറ്റു 24 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണിയിലെ കറക്റ്റ് റേറ്റ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഈ ഇന്റർനാഷണൽ സിറ്റിയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൈനീസിന്റെ ഒരു വലിയൊരു ഷോപ്പ് ഉണ്ട്, ഡ്രാഗൺ മാർട്ട് എന്ന് പറയും. അത് 1ഉം 2ഉം ഉണ്ട്. അതിന്റെ അകത്ത് ഒരു ദിവസം നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം മതിയാവൂല. അതിനു വേണ്ടും സാധനങ്ങളുടെ ഒരു വിശാലമായിട്ടുള്ള ചൈനീസിന്റെ ഒരു ലോകമാണ്. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യുന്ന ഓരോ വഴികളിലും നമ്മുടെ രണ്ട് സൈഡിലും കാണുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 60% അല്ലെ 70% എന്ന് പറഞ്ഞ റെസ്റ്റോറന്റുകളാണ്. ഫുഡുകളുടെ, പ്രത്യേകിച്ച് ചൈനീസ് ഫുഡുകളുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. ദുബായിൽ ഏറ്റവും കൂടുതൽ ചൈനീസ് റെസ്റ്റോറന്റുകളുള്ള ഒരു സ്ഥലമാണ് ഈ ഇന്റർനാഷണൽ സിറ്റി. അതിൽ ചൈനീസ് ക്ലസ്റ്റർ. ഇപ്പൊ ചൈനീസ് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും, ചൈനക്കാരും മാത്രമല്ല, മിക്ക ചൈനീസ് റെസ്റ്റോറന്റിലെയും ഒരുപാട് ഇന്ത്യക്കാരും എല്ലാ ഏഷ്യൻസും ആഫ്രിക്കൻസും എല്ലാ ആൾക്കാരും ഇവിടെ വന്നാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി എല്ലാ ഒരു ബിൽഡിങ്ങിന്റെ സെന്ററിൽ ഒരു പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഈ ഏരിയ കംപ്ലീറ്റ് ഫ്രീ പാർക്കിംഗ് ആണ്. പക്ഷെ ആൾക്കാര് ഒരുപാട് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ പീക്കായിട്ടുള്ള സമയങ്ങളിലൊക്കെ പാർക്കിങ്ങിന് കുറെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും ഫ്രീ പാർക്കിംഗ് ആണ് ഈ ഏരിയയിൽ കംപ്ലീറ്റ്. പിന്നെ ദുബായില് വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് പ്ലേസിൽ ഒന്നാണ്. അതായത് നമ്മള് ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കൊടുക്കുന്ന പൈസക്ക് ഒരു റീസണബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തോടെ സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇന്റർനാഷണൽ സിറ്റി. പിന്നെ ഈ ബിൽഡിങ്ങുകളെല്ലാം നക്കീലിന്റെ അണ്ടറിലാണ്. ഇവിടുത്തെ ഒരു 90% ബിൽഡിങ്ങും നക്കീലിന്റെ അണ്ടറിലാണ്. അപ്പൊ നക്കീലും ഇപ്പൊ അവരെ പുതിയ ദുബായ് പ്രോപ്പർട്ടീസ് ആണ് അത് മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിലും, നക്കീലിന്റെയും ഈ ദുബായ് പ്രോപ്പർട്ടിന്റെ കീഴിലുള്ള എല്ലാ ബിൽഡിങ്ങിലും സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ഒരാൾക്കും അനധികൃതമായിട്ട് ബിൽഡിങ്ങിലോട്ട് കയറാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ സേഫ്റ്റിയാണ് ഈ ബിൽഡിങ്ങിൽ എപ്പോഴും സേഫ്റ്റിയാണ്. എല്ലാ കാര്യങ്ങളും ഇതാണ്. പിന്നെ അതുകൂടാതെ നക്കീലിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ദുബായ് പ്രോപ്പർട്ടീസിൽ നിന്നാണ് നമ്മൾ ബിൽഡിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ 365 ദിവസവും മെയിൻ്റനൻസും ഫ്രീ ആണ്.
അത് ആ ഇതില് ഇൻക്ലൂഡ് ആണ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഏരിയയിലെ ബിൽഡിങ്ങുകളൊക്കെ അവര് നല്ല ഇതാക്കും. അപ്പൊ ഇതൊരു എന്റെ ലിമിറ്റഡ് ഉള്ള അറിവുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇതിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില് കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള കുറവുകളോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്ക് അത് റിക്കവർ ചെയ്ത് അതായത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ചെറിയ യാത്ര ഇന്റർനാഷണൽ സിറ്റിയിലെ ചൈന ക്ലസ്റ്ററിലുള്ള യാത്ര ഇവിടെ നിർത്തുവാണ്. അപ്പൊ നമ്മൾക്ക് ഇതേപോലെ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ റഷ്യയും പേർഷ്യയും മൊറോക്കോയും അങ്ങനെ ഓരോരോ ഏരിയ കാണാം. അപ്പൊ ഓരോ ഏരിയക്കും അതിൻ്റെതായ ബിൽഡിങ്ങുകൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ ഗായ്സ്, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.